വാഴ്ത്തി. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസഹാക്ക് തന്റെ മകനായിരിക്കുന്ന യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ 27-ാം അധ്യായം തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാകും. ഇസഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതവണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ച് അവനോട് ഹല്ലേലൂയ മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായി വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരമായി ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇത് ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ വാർദ്ധക്യത്തിൽ താൻ ഏത് സമയത്തും മരിക്കും. അതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ കാട്ടിൽ ചെന്ന് വേട്ടയാടി മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്ന് കൊടുക്കുവാനാണ് ഇസഹാക്ക് ഏശാവിനോട് പറഞ്ഞത്. കാരണം തിന്നിട്ട് ഏശാവിനെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇസഹാക്ക് തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു. ഏശാവ് വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിപ്പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു. ഞാൻ എന്റെ മരണത്തിനു മുമ്പേ തിന്നു നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായി ഭോജനം ഉണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടുവന്ന് റിബേക്ക ഹല്ലേലൂയ യാക്കോബിന് പറയാ. റിബേക്കയുടെ തന്ത്രം നോക്കണം. രണ്ടുപേരും ഒരു വയറ്റിൽ ജനിച്ച മക്കളാണ്, ഏശാവും യാക്കോബും. പക്ഷെ ഏശാവിനേക്കാൾ കൂടുതൽ സ്നേഹം റിബേക്കയ്ക്ക് യാക്കോബിനോടാണ്. അതുകൊണ്ടാണ് അപ്പന്റെ അനുഗ്രഹം മൂത്തവനായിരിക്കുന്ന ഏശാവ് വാങ്ങിയെടുക്കാതെ തന്ത്രപരമായ നീക്കത്തിലൂടെ, റിബേക്കയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ ആ അനുഗ്രഹം യാക്കോബിന് വാങ്ങിയെടുക്കാൻ വേണ്ടി റിബേക്കയുടെ തന്ത്രം. എന്നിട്ട് റിബേക്ക പറയാ, ആകയാൽ മകനെ നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻകുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പൻ ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടുവരണം. അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട്, എന്റെ സഹോദരൻ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനും ആകുന്നുവല്ലോ. പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും, ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എന്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുമെന്ന് അമ്മയോട്, റിബേക്കയോട് യാക്കോബ് പറയുക. അപ്പൊ അവന്റെ അമ്മ അവനോട്, മകനെ നിന്റെ ശാപം എന്റെ മേൽ വരട്ടെ, എന്റെ വാക്ക് മാത്രം കേൾക്ക, നീ പോയി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അവൻ ചെന്ന് ഹല്ലേലൂയ പിടിച്ച അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്ന് അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കി ഹല്ലേലൂയ യാക്കോബിന്റെ കയ്യിൽ കൊടുത്ത് അപ്പന്റെ അരികെ കൊണ്ടുവിടുക. അങ്ങനെ യാക്കോബ് ഇഷ്ടഭോജനമൊക്കെ ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പന്റെ അരികിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഹല്ലേലൂയ. അപ്പം ഇസഹാക്ക് എന്ത് ചെയ്തു? യാക്കോബിനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ എന്ന് പറഞ്ഞു. അവന്റെ കൈകൾ സഹോദരൻ ഏശാവിന്റെ കൈകൾ പോലെ രോമമുള്ളവ കൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചിന്. അതെ എന്ന് അവൻ പറഞ്ഞു. യാക്കോബിന്റെ വായിത്തരം നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവൻ എന്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ചി ഞാൻ തിന്നാം എന്ന് പറഞ്ഞു. അവൻ അടുക്കൽ കൊണ്ടുചെന്നു, അവൻ തിന്നു, അവൻ വീഞ്ഞും കൊണ്ടുചെന്നു, അവൻ കുടിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട്, മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു. അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്.
ആ ഭാഗം വായിച്ച 27 സങ്കീർത്തനം, അല്ല 27 അധ്യായം ഉൽപ്പത്തി. നിങ്ങൾ ആ ഭാഗം നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഇത് കുഞ്ഞിന് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പം യാക്കോബിനെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ വായിച്ച വചനം, അല്ലേ? ഇതാ എന്റെ മകന്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന, അല്ലേ, വയലിലെ വാസന പോലെ. എന്നിട്ട് യാക്കോബ് അല്ലൊരു അനുഗ്രഹം വാങ്ങിയ ഇസഹാക്കിൽ നിന്ന്. ആ അനുഗ്രഹമാണ് നമ്മൾ വായിച്ച വചനം. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചത്, ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് തന്നെ ഒരുപാട് വചനം വായിച്ചു. അപ്പൊ യാക്കോബിനെ ആമേലയ്യ ഏശാവിന്റെ വേഷം കെട്ടിക്കുന്ന റിബേക്കയുടെ തന്ത്രത്തിലൂടെ ഏശാവിന്റെ അവകാശം തട്ടിയെടുക്കുന്ന യാക്കോബ്. മുമ്പ് ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം പായസം കാണിച്ച് തട്ടിയെടുത്തതാണ്. ഇപ്പോഴിതുണ്ട്, അല്ലേറിയ ഏശാവിന്റെ അനുഗ്രഹം കൂടെ ഇസഹാക്ക് തട്ടിയെടുക്കുക, അല്ലേറിയ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനവധി ആളുകളുണ്ട്, അല്ലേറിയ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അനവധി ആളുകളുണ്ട്, ഇങ്ങനെയുള്ള അനവധി അമ്മമാരുമുണ്ട്. പ്രൈസോ. ഒറ്റ ഉദരത്തിലാണ് മക്കൾ ജനിക്കുന്നതെങ്കിലും മക്കളോട് വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന, വ്യത്യസ്തമായ രീതിയിൽ മക്കളോട് ഇടപെടുന്ന അനവധി, അല്ലേറിയ, മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്, അല്ലേറിയ. ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിലുണ്ട്, അല്ലെ? ക്രൈസ്തവ സമൂഹത്തിലുണ്ട്, മറ്റുള്ള എല്ലാ വിഭാഗത്തിലുണ്ട്, ഹിന്ദുക്കളിലുണ്ട്, ഇസ്ലാമിലുണ്ട്. ഞാൻ ഈ സുവിശേഷമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ അത് ഹിന്ദുവിൽ നിന്നായാലും ഇസ്ലാമിൽ നിന്നായാലും ക്രിസ്ത്യൻസിൽ നിന്നായാലും ഞാനിത് കേൾക്കാറുണ്ട്, അല്ലേറിയ. അപ്പൊ ഞാനവരോടൊക്കെ ഈ യാക്കോബിന്റെ ഏശാവിന്റെ കഥ പറയാറുണ്ട്. അപ്പോൾ തന്റെ അപ്പനായിരിക്കുന്ന ഇസഹാക്കിനെ തന്ത്രപരമായി പറഞ്ഞ് മയക്കി ജ്യേഷ്ഠന്റെ അവകാശം തട്ടിയെടുക്കുവാൻ ഇസഹാക്കിന്റെ ഭാര്യയായിരിക്കും റിബേക്ക തന്റെ ഇളയ മകനായിരിക്കും യാക്കോബിന് ഉപദേശിച്ചു കൊടുത്തത്, അല്ലേറിയ. ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അല്ലേറിയ. മക്കളെല്ലാം ഒരുപോലെ കാണണം, മക്കളെല്ലാം ഒരുപോലെ കാണണം, ഒരുപോലെ സ്നേഹിക്കണം. ഒരപ്പന് 10 മക്കളാണെങ്കിലും 10 പേരും 10 സ്വഭാവക്കാരായിരിക്കും. പക്ഷേ അമ്മയും അപ്പനും അവരെ എന്ത് ചെയ്യണം? അമ്മയും അപ്പനും അവരെ ഒരുപോലെ കാണണം, അവരെ വ്യത്യസ്തമായ രീതിയിൽ കാണരുത്. അങ്ങനെ കാണുന്നതുകൊണ്ടാണ്, അല്ലേറിയ, പല കുടുംബങ്ങൾക്കകത്തും സഹോദരന്മാർ തമ്മിൽ ചിത്രിക്കുന്നത്. അപ്പനും അമ്മയും കൊടുക്കേണ്ട സ്നേഹം വാത്സല്യത്തോടെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ പകർന്നു കൊടുക്കാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ശ്രോതാവി ചിഹ്നമായി കിടക്കുന്നത്, അല്ലേറിയ. ഏത് ഭവനത്തിൽ ചെന്നാലും ഏത് ആളുകളോട് സംസാരിച്ചാലും പരാതികൾ മാത്രമാ. എന്നോടല്ല സ്നേഹം, അവളോടാണ് സ്നേഹം, അവനോടാണ് സ്നേഹം, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ തഴഞ്ഞിരിക്കുക, ഞാൻ ഈ വീട്ടിലൊരു അധികപ്പറ്റ, അല്ലേറിയ. എല്ലാം മേടിച്ചാൽ അവനാണ് കൊടുക്കുന്നത്, അവൾക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അവനോടല്ലേ ഇഷ്ടം, അവളോടല്ലേ ഇഷ്ടം. ഇത് പറയുന്ന ശബ്ദങ്ങൾ എവിടെ ചെന്നാലും കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ പറയും, നിങ്ങളുടെ മക്കൾ, അല്ലേറിയ, എത്ര ബലഹീനരായിരുന്നാലും അവരെത്ര ശ്രേഷ്ഠരായിരുന്നാലും അവരെയെല്ലാം ഒരുപോലെ കാണാൻ കഴിയുന്നതാണ് അപ്പന്റെ ഹൃദയം, അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയിൽ അതിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമാണ് നാം മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ സ്നേഹം ഇടപെടലുമൊക്കെ. അതുകൊണ്ടാണ് അനേക കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച വചനത്തിനകത്ത് പഴയ നിയമത്തിലെ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന വലിയ സമ്പത്ത് കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നതാണ്, അല്ലേറിയ. പഴയ നിയമം നോക്കിയാലും പുതിയ നിയമം നോക്കിയാലും, അല്ലേറിയ, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന, അല്ലേറിയ, ആ വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നതാണ്. അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങുക എന്ന് പറഞ്ഞ വലിയൊരു അത്ഭുതമാണ്, അല്ലേറിയ. എനിക്കറിയാം, എന്റെ ചെറുപ്രായത്തിൽ നിന്നും അപ്പന്റെ അമ്മയുടെ ഒന്നും അനുഗ്രഹം വാങ്ങി എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അത്രമാത്രം മദ്യപാനി വെറുക്കൂത്തുകാരും ഒക്കെ ആയിട്ട് ജീവിച്ചത് കൊണ്ട് അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം ഒന്നും വാങ്ങാൻ പറ്റിയിട്ട് അത് പിന്നത്തെ ഇതിൽ ഒരു ശാപമായി പറയും. ഞാൻ ഇന്ന് ഓർക്കും, എന്റെ സങ്കടമാണ്. അപ്പനും അമ്മയും വേദനിപ്പിച്ച ഭാഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഞാൻ ഇന്ന് ഓർക്കും കേട്ടോ, അല്ലേറിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ പറഞ്ഞിട്ട്, എന്നെ കേൾക്കുന്ന യുവതി വാക്കന്മാരുണ്ട്, നിങ്ങൾ അപ്പനെയും അമ്മയല്ലയ്യ വേദനിപ്പിക്കരുത്. മക്കളെ അപ്പനും അമ്മമാരും വേദനിപ്പിക്കരുത്. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത് അവർക്ക് വലിയ സമ്പത്താണ്. അതുപോലെ മക്കൾ അപ്പന്റെ അമ്മയുടെയും വാങ്ങിയെടുക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കേട്ടോ. നിങ്ങൾ എത്ര വലിയ ധനാഢ്യനായിരുന്നാലും, എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, ഏറ്റത്തെ ഉന്നത കുടുംബത്തെ ജനിച്ച് വളർത്തപ്പെട്ടവനായിരുന്നാലും, നിങ്ങൾക്ക് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി നിങ്ങൾ സൗദങ്ങൾ പണിത് പാർത്താലും അപ്പന്റെ അമ്മയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പ്രൈസ് ദി ലോർഡ്, അല്ലേറിയ. അതുകൊണ്ട് അപ്പന്റെ അമ്മയുടെ അനുഗ്രഹം നമ്മൾ വാങ്ങിയെടുക്കണം, അല്ലേറിയ. അവർ വിട്ടേച്ചു പോകുന്ന വയൽ, അല്ലേറിയ, സ്തോത്രം.
പിതാക്കന്മാർ വിട്ടേച്ചു പോകുന്ന വയൽ, നിലങ്ങളും ആടുമാടുകളും പൊന്നും വെള്ളിയും അല്ലെങ്കിൽ അമ്മ എല്ലാം അല്ലെങ്കിൽ മക്കൾക്ക് നൽകുന്നത് കാണാൻ കഴിയും. മാതാപിതാക്കൾ ഉണ്ടാക്കിയ എല്ലാം കൊടുക്കുന്നത് കാണാൻ കഴിയും. ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് അധികം വിലയേറിയത്. അപ്പനും അമ്മയും മക്കളെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നതാണ് ഏറ്റവും വിലയേറിയത്. അല്ലേ? എന്നാൽ നമുക്കറിയാം, ഒരു വീട്ടിൽ 6 അല്ലെ 7 8 മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൻ വീതം വെക്കുമ്പോൾ ചില മക്കളോട് പ്രത്യേകമായിട്ട് കരുണ തോന്നിയിട്ട് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും മുന്തിയ ഭംഗം കൊടുത്തിട്ട് ചിലരെയൊക്കെ കുടുംബത്തെ അവഗണിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസലോ. അല്ലേ? ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ശരിയാ. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ള വീതം വെച്ചപ്പം അതിനകത്തൊരു ചെറിയ വീതം എനിക്ക് തന്നു. അതിനകത്ത് വണ്ടിയും പോകത്തില്ല, 2 അടി നടപ്പുപാത പോലും ഇല്ലാതെ അല്ലേ സ്ഥലം തന്നു. ഇന്നും അങ്ങനെ കിടക്കും, ഒരു മനുഷ്യർ കൂടി കടന്നില്ല കഴിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കളും ഉണ്ട്. അല്ലേ? പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ്. നമ്മൾ അതോർത്ത് അവരെ ശപിക്കാനോ ഒന്നും പോയിട്ടില്ല. നമ്മൾ ആ ഭാഗം മറന്നു. അല്ലേ? അങ്ങനെ ഞാൻ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ നന്മകൾ നിങ്ങൾ ഉണ്ടാക്കിയത് വീതം വെക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ മക്കൾക്കും അത് ഉപയോഗിക്കത്തക്ക നിലയിൽ, ഫലവത്താകുന്ന നിലയിൽ, ഫലപ്രയോജനമാകുന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾ കൊടുക്കണം. പ്രൈസലോ. അല്ലേ? ചില വീട്ടിലേക്ക് ആമക്കളെ അല്ലെ മൂത്ത മക്കളെ പറഞ്ഞ് കടിഞ്ഞിൽ പൊട്ടെന്ന്. കാരണം അവൻ വീട്ടിൽ കിടന്ന് അധ്വാനിച്ചോണം, അല്ലെങ്കിൽ വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടോണം. മണലാരത്തിൽ പോയാലും വിദേശത്ത് പോയാലും അധ്വാനിക്കുന്ന മുഴുവൻ വീട്ടിലേക്ക് കഴിക്കണം. അനിയന്മാരെ പെങ്ങന്മാരെയൊക്കെ വളർത്തണം. അവസാനം ആ മൂത്തവൻ ഒന്നുമില്ലാതെ വരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എൻ്റെ സഭയ്ക്കകത്ത് അങ്ങനെ ഒരാളുണ്ട് കേട്ടോ. ജീവിതത്തിൽ നല്ലൊരു സമയം മുഴുവൻ അധ്വാനിച്ച് പണമുണ്ടാക്കി വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് എല്ലാം അനിയന്മാർക്ക് വേണ്ടി പെങ്ങന്മാർക്ക് വേണ്ടി കൊടുത്ത് അവസാനം അല്ലേറിയ ജീവിതത്തിൽ ഒന്നുമില്ലാതായി. അന്ന് അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ ശ്രേഷ്ഠമായിട്ട് ജീവിക്കുമ്പോൾ ഇന്ന് അവർക്കൊക്കെ നന്മയ്ക്ക് വേണ്ടി നിന്ന് അധ്വാനിച്ച വേർപ്പൊഴുക്കി വ്യക്തി ഇന്ന് വളരെ കണ്ണുതില്ല. അല്ലേറിയ. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവമുണ്ടോ? അല്ലേറിയ. എന്നെ കേൾക്കുന്ന പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അനുഗ്രഹിച്ചില്ല, നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങളെ കരുതിയില്ല, നിങ്ങളെ വേണ്ടതുപോലെ പരിപാലിച്ചില്ല എങ്കിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ, നിങ്ങൾക്ക് നന്മകൾ വരുമ്പോൾ, നിങ്ങൾക്കുണ്ടാകുന്ന മക്കളോട് നിങ്ങൾ വിവിധമായ സ്വഭാവം കാണിക്കാതെ, അല്ലെ അവരോട് പക്ഷഭേദം കാണിക്കാതെ അവർക്ക് എല്ലാം ഒരുപോലെ നിങ്ങൾ അനുഗ്രഹിക്കണം. അവർക്ക് എന്തോ പറയാൻ കഴിയും, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പപ്പയും അമ്മയും എൻ്റെ ഡാഡിയും അമ്മയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കുന്ന പറഞ്ഞ് മക്കളുടെ വായിൽ നിന്ന് കേൾക്കണം. അല്ലേറിയ. മക്കളങ്ങനെ നിൽക്കുകയും ചെയ്യണം കേട്ടോ. അല്ലേറിയ. മക്കളങ്ങനെ നിൽക്കുകയും ചെയ്യണം. അപ്പയും അമ്മയും പോറ്റണം. അവസാനം കൊണ്ടുവന്ന് അല്ലേറിയ വോൾട്ടേജ് ഹോമിലും ഒക്കെ കൊണ്ട് തള്ളിയിട്ടിച്ച് പോയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേറിയ. ചില മക്കൾ പണമായി കഴിയുമ്പോൾ മകൾക്ക് ആയി കഴിയുമ്പോൾ അപ്പനും അമ്മയും വേണ്ട. മരുമക്കൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അമ്മായിമ്മയും വേണ്ട, അമ്മായിപ്പനും വേണ്ട. അവർക്ക് പിന്നെ വലിയ ആക്കമില്ല, വോൾട്ടേജ് ഹോമാണ് നോക്കുന്നത്. അതിന് ഭർത്താവ് ഇവിടെ കൂട്ടി നിൽക്കും. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ വോൾട്ടേജ് ഹോമിൽ ഭയങ്കര തിരക്കായിപ്പം. അല്ലേറിയ. ശാന്തി ഭവനിലേക്ക് അനുഭവം കാണാറില്ലേ? നമ്മൾ വാർത്തയിലേക്ക് കാണാറില്ലേ? എത്രയോ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടാത്ത വന്നിട്ട് ശാന്തി ഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റെടുത്ത് അവരെ പൊന്നുപോലെ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാനത് കാണാറുണ്ട്. അപ്പം ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട് ഈ ലോകത്തിൽ വലിയ വലിയ സൗദങ്ങൾ അവസാനം വരുമ്പോൾ അവരുടെ മക്കൾ എന്ത് ചെയ്യും? അവരെ കൊണ്ടുവന്ന് വോൾട്ടേജ് ഹോമിൽ കൊണ്ടുവിടും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് കുടുംബത്തിനകത്ത് സ്നേഹം നിലനിർത്തണം, കുടുംബത്തിനകത്ത് സന്തോഷം നിലനിർത്തണം. നമ്മൾ യോഹന്നാനിൽ 15:1 വായിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന് യേശു പറയുന്ന പോലെ ഇതേ അനുഭവം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ കുടുംബനാഥൻ നിൽക്കുമ്പോൾ കുടുംബനാഥനോടൊപ്പം ചേർന്ന് കുടുംബനാഥൻ ആ ഭവനത്തിന്റെ മുദ്രവള്ളിയാണെങ്കിൽ അവിടുത്തെ ഭാര്യയും മക്കളും എല്ലാം കൊമ്പുകളായിരിക്കണം. യേശു നമ്മളെ അതുകൊണ്ടാണ് വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 128 സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആശംസകളൊക്കെ പറയാൻ നേരത്ത് 128 സങ്കീർത്തനം വായിച്ച ആശംസ പറയാം. എന്താണ്? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഔരുവൈകൾ പോലെ ഇരിക്കുന്ന. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള വചനം, പക്ഷെ പ്രായോഗികമായില്ല. അല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ കുടുംബം ഐശ്വര്യമായിട്ട് കൊണ്ടുപോകണം, കുടുംബ സ്നേഹത്താൽ കൊണ്ടുപോകണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കളെ വളർത്തിയെടുത്ത് മക്കളെ ഒരുപോലെ കരുതണം. പ്രൈസ് ദി ലോർഡ്.
ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ എന്താ അമ്മായിയമ്മ ഇപ്പോഴും മരുമോള് പിറുപിറുക്കുക അല്ലേ സ്വതം. എനിക്കൊരു മാതാവിനെ അറിയാം, ഞാൻ മിക്കവാറോട് സംസാരിക്കും, പറയും ഓ അവര് റേഷൻ തിന്നത്തില്ല, അവർക്ക് നല്ല ഉണ്ടല്ലേ തിന്നത്തുള്ളൂ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ കുറ്റപ്പെടുത്തുന്നവര്. മരുമോളുടെ കുറ്റം അയൽ വീടുകളിൽ ചെന്ന് പറയുന്ന അമ്മായിയമ്മമാര് അല്ലേ, അയൽവാസികളെല്ലാം വിളിച്ചിരുന്ന മരുമോടെ കുറ്റം പറയുന്നവർ, മരുമോൾ അമ്മായിയമ്മയുടെ കുറ്റം പറയുന്ന അയൽവാസികൾ കൂടി നടക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല കേട്ടോ. പരസ്പര ശാപം വരുത്തി വെക്കുകയാണ്. അതുകൊണ്ട് അപ്പനമ്മമാരുടെ അനുഗ്രഹം വലിയ സമ്പത്താണ്. മക്കൾ അതിനുവേണ്ടി വളരണം. അപ്പനമ്മമാർ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തോടു കൂടെ സഞ്ചരിച്ചവരാ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തോടു കൂടെ സഞ്ചരിച്ചവരാ. അവർ ലോകത്തോടു കൂടെയല്ല സഞ്ചരിച്ചത്, ദൈവത്തോടു കൂടെ സഞ്ചരിച്ചു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തോടു കൂടെ സഞ്ചരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കളും അവർ നിങ്ങളെ കണ്ടുപിടിച്ച് അവർ ദൈവത്തോടു കൂടെ മത്സരിക്കും. ദൈവത്തോടു കൂടെ ആമേൻ അലിയ നടക്കും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം കാണുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തി അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിന് പഠിച്ചു, ദൈവകൃപ പ്രാപിച്ചു, ദൈവ അനുഗ്രഹമുള്ളവനായിരുന്നു ഹാനോക്ക്. അല്ലേലൂയ. വീണ്ടും നമ്മൾ ദൈവത്തിന് പത്രം വാക്യവും കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, നോഹയുടെ വംശാവലി എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ലേലിയ. ആ കാലഘട്ടത്തിൽ ശൂരന്മാരും വീരന്മാരും പരാക്രമശാലികളും ഒക്കെ ഉണ്ട്. നോഹയുടെ കാലഘട്ടത്തിൽ അവർ ദൈവത്തെ അനുസരിക്കാത്തവരാണ്. ദൈവമായി യാതൊരു ബന്ധവുമില്ല. തന്റെ ഇഷ്ടപ്രകാരം താപൂതികളെ പോലെ ജീവിക്കുന്ന ഒരു തലമുറ. അവരുടെ പാപം സ്വർഗത്തോളം എത്തി. അല്ലേലൂയ. പാപം സ്വർഗത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ നീതിമാനായ ഒരു മനുഷ്യനെ കണ്ട, അവന്റെ പേരാ നോഹ. നോഹയോട് ദൈവം പറഞ്ഞു, നീ പെട്ടകം പണിയുക. അല്ലേലൂയ. അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം നോഹ പെട്ടകം പണിയും. പെട്ടകത്തിന്റെ പണിയോടുകൂടി ഏകദേശം 120 വർഷത്തോളം ദൈവത്തിന് വചനവും പ്രസംഗിച്ചപ്പോൾ അന്ന് നോഹയെ ശ്രമിച്ചെല്ലാം ഇവൻ മട്ടനാണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അവന് ചെവി കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഒഴിവ് പറഞ്ഞ് മാറിപ്പോയി. പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ അല്ലേലൂയ യഹോവയായി ദൈവം കൽപ്പിച്ചതുപോലെ നോഹയുടെ ഭാര്യയും മക്കളും 3 പേരും മരുമക്കളും 3 അങ്ങനെ 8 പേരും ഭൂമിയിലെ എല്ലാ ഇല്ലജാതി പക്ഷി പ്രവചാതിയും എല്ലാം ഈരണ്ടിയൂടി പെട്ടകത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. അല്ലേലൂയ. അരവാതിലടച്ച് യഹോവയായ ദൈവം. നോഹ അടച്ചില്ല. നോഹ അടച്ചാൽ ആരെങ്കിലും വന്ന് മുട്ടി വിളിക്കും, നോഹ തുറന്നു കൊടുക്കും, അവർ കയറും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 120 വർഷക്കാലം മത്സരികളായി ജീവിച്ച വീരന്മാരും ശൂരന്മാരുമായിരുന്നവർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? പെട്ടകത്തിന്റെ വാതിലടച്ചു. അല്ലേലൂയ. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ആഴിയുടെ ഉറവുകളും തുറന്നു, മഴ പെയ്തു തുടങ്ങി 40 രാവും പകലും. അല്ലേലൂയ. അങ്ങനെ വെള്ളം പൊങ്ങി. അല്ലേലൂയ. അന്നുണ്ടായിരുന്ന സകല ജനത്തെയും പ്രളയത്താൽ മുക്കിക്കളഞ്ഞു. എന്നാൽ നോഹയെന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. അപ്പം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു, അബ്രഹാമും ദൈവത്തോടു കൂടെ നടന്നു. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അത് അവന്റെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അബ്രഹാമിനെ കൽദയ പട്ടണമായിരുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അല്ലേലൂയ. അബ്രഹാമിന്റെ ജോലി എന്തായിരുന്നു? തന്റെ അപ്പനായിരുന്ന തേർഹിനോട് കൂടി വിഗ്രഹങ്ങളെ പണത് ചായം പൂശി വിറ്റ് ചെലവഴിക്കുന്ന ഒരനുഭവമായിരുന്നു അബ്രഹാമിന്. എന്നാൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ വലിയൊരു അനുഗ്രഹമായി തീരും. നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നതിനെ ശപിക്കുന്നു. ഒക്കെ വലിയ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേലൂയ. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് കൽദയ പട്ടണമായിരുന്ന ഊരിൽ യാത്ര പുറപ്പെട്ട് അബ്രഹാമിന്റെ ജീവിത പ്രയാണം. അല്ലേലൂയ. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് ശ്രോതാവേ. അവിടെയൊന്നും അബ്രഹാം ദൈവത്തോട് മത്സരിക്കാതെ
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ ഞാൻ നിവർത്തിക്കുമെന്ന് അബ്രഹാമിനെ നന്നായി മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവത്തോട് പറ്റി നിന്നു, ദൈവത്തോട് ചേർന്ന് നിന്നു. അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന്റെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവന് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കും. ദൈവം അത് നീതിയായി കണക്കിടുന്നെങ്കിൽ മാത്രമേ അബ്രഹാമിനെ പോലെ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും നിങ്ങൾ ദൈവത്തിൽ നകന്നു പോകരുത്. അപ്പം പ്രവർത്തിയുള്ള നീതീകരണത്തിന്റെ രണ്ടാമതൊരു ദൃഷ്ടാന്തം കൂടെയാണ് യാക്കോബിൽ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്നത്. അബ്രഹാമിനെ പോലെ ഉന്നതനായ ഒരു വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിൽ അധപതിച്ചവളും പുറംജാതിക്കാരിയുമായ രേഖാബിനും അല്ലെങ്കിൽ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെടാൻ കഴിയുമെന്ന് യാക്കോബ് തെളിയിക്കുന്നു. അബ്രഹാമിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടാണ് രേഖാബ് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ രാഹാബിനെ ദൈവം ചെയ്തു. അവളെയും ദൈവം ചേർത്ത് പിടിച്ച് നീതിയായി കണക്കിട്ട് അവസാനം രാഹാബും കർത്താവായ യേശുവിന്റെ വംശാവിൽപ്പെട്ടിയ മത്തായിയുടെ സുവിശേഷം ഒന്ന് വായിക്കുമ്പോൾ രാഹാബ് അവിടെ ഇടം പിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവളും ദൈവത്തിൽ വിശ്വസിച്ചു. അവിശ്വാസികളോട് കൂടെ നടക്കാതെ വിശ്വാസത്താൽ അവളും നിന്നതുകൊണ്ട് എന്ത് ചെയ്തു? അവൾക്കും അത് നീതിയായി കണക്കിട്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിത യാത്രയിൽ, നിന്റെ ജീവിത പ്രയാണത്തിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ, പരദേശ പ്രയാണത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഹല്ലേലൂയ, ഹാരൂക്കിനെ പോലെ, നോഹയെ പോലെ, അബ്രഹാമിനെ പോലെ, രാഹാബ് എന്ന് പറയുന്ന വേശ്യയ്ക്ക് ദൈവം കൊടുത്ത നീതീകരണം പോലെ നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് അനുസരിച്ച് വീണ്, ഇവിടുത്തെ ധനത്തിന്റെ പിന്നാലെ പോയി നിന്റെ ജീവിതത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. രക്തജയം. ഈ കാലഘട്ടം എന്താണ്? ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണ് കിടക്കുന്നു, ശാപത്തിൽ വീണ് കിടക്കുന്നു, ബന്ധനത്തിൽ. മനുഷ്യൻ മുഴുവൻ ഈ ലോകത്തിന്റെ സുഖം അന്വേഷിക്കുക. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന സകലരും ലോകപ്രകാരം ജീവിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്നത് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ ഒരു അനുഗ്രഹത്തെ നമ്മെ ചേർത്ത് പിടിക്കാനാ. എന്താ യാക്കോബിനെ ഇസഹാക്ക് അനുഗ്രഹിച്ചത്? ഈ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനുഭൂതി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ കർത്താവ് യേശു നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവില്ല, അനുഗ്രഹത്തെ നീ ശാപമാക്കി മാറ്റരുത്. നീ നിന്റെ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നിന്റെ മക്കളെ പഠിപ്പിക്കണം. ഹനോക്ക് നടന്നതുപോലെ നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. ലോകത്തിന്റെ പാപസുഖം അകപ്പെട്ട് പാപത്തിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വന്ന് അതിൽ നീ സന്തോഷിക്കാതെ, പാപത്തെ നീ താരാട്ട് പാടാതെ നീ മടങ്ങി വരണം. ഹല്ലേലൂയ, രക്തജയം. ചിലർക്കൊക്കെ ഈ പാപത്തെ കുറിച്ചാ ഭയങ്കര ഇഷ്ടം. പാപത്തെക്കുറിച്ചും പാപമാകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ഇത്ര ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു അറിയാമോ? അത് നമ്മുടെ ഈ മാധ്യമങ്ങൾ തന്നെ കണ്ടാൽ മതി. എല്ലാം പാപത്തിന്റെ വശീകരണ വാക്കുകൾ. നമ്മുടെ ഉദ്ഘാടന രീതിയിലേക്കൊക്കെ വരുന്ന ഉദ്ഘാടനരൊക്കെ കണ്ടില്ലേ, തുണിയില്ലാതെ വരുന്ന ഉദ്ഘാടനം ചെയ്താൽ വരുന്നത്. അതുങ്ങളെയൊക്കെ കാണാൻ എന്തുമാത്രം ജനങ്ങളാ ചെല്ലുന്നു നോക്കിയല്ലേ. അവര് വന്ന് ലക്ഷങ്ങൾ വാങ്ങി ഉദ്ഘാടനം നടത്തും. വലിയ അറ്റപ്പറ്റ തുണി കൊടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തി പോകുന്നത് എത്രയാണ് നീചവും നികൃഷ്ടമായ നിന്ദ്യവുമായ പ്രവൃത്തി ചെയ്ത് മനുഷ്യ മനസ്സുകളെ പാപത്തിലേക്ക് വലിച്ചിരിക്കുന്ന ശക്തികളെയൊക്കെ ദൈവം ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ലോകത്തിന്റെ പാപത്തെ നീ ചുമക്കരുത്. ലോകത്തിന്റെ വേസ്റ്റുകളെ നീ ചുമക്കരുത്. ഇവിടുത്തെ ചണ്ടി കൂമ്പാരങ്ങൾ പലതും ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ അതിനെയൊന്നും നീ ചുമക്കാൻ, അതിനെയൊന്നും കണ്ട് നീ കൈയടിക്കാൻ നീ ആവില്ല. അതിന്റെ മുമ്പിൽ നീ പോയി ആർത്തുവിളിക്കാൻ നീ പോകരുത്. നീ ഒരു ദൈവ പൈതലാണെന്ന് നിനക്ക് ബോധ്യം വേണം. നീ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാത്രി സൃഷ്ടിച്ചതാ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെ അല്ലെങ്കിൽ മോശം ഉപേക്ഷിച്ചതുപോലെ ഈ ലോകത്തിന്റെ സുഖങ്ങളൊക്കെ നീ വെടിഞ്ഞിട്ട് അബ്രഹാമിനെ പോലെ, നോഹയെ പോലെ, ഹാനോക്കിനെ പോലെ നീ ദൈവത്തോട് ചേർന്ന് നടക്കണം.
ഹല്ലേലൂയ. അല്ലാതെ ഈ ലോകത്തിന്റെ പാപങ്ങളിലേക്കൊന്നും അല്ല പോകേണ്ടത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ, ഈ മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരിക്കലും അവർക്ക് മദ്യപാനികൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. അവരുടെ ലോകത്തിന്റെ പാപസ്വമല്ല, ആ കുടുംബം തന്നെ ശാപമാണ്. അതുപോലെ ഈ മദ്യം വിൽക്കുന്ന ഈ ബീവറേജ് നടത്തുന്ന ക്രൈസ്തവര് ഹല്ലേലൂയ, അവരെ പറയുന്നത് ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ സൂത്രം ഈ ബാറ് നടത്തുന്ന ക്രൈസ്തവർ ഹല്ലേലൂയ, അതുപോലെ തന്നെ കൾഷാപ്പ് നടത്തുന്ന ക്രൈസ്തവർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല. ഈ മൂന്ന് കൂട്ടര് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകില്ല. അതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ നടത്തുന്ന പാപത്തിന്റെ ചൂതാട്ടത്തിന്റെ കേന്ദ്രങ്ങൾ നടത്തുന്ന ഒറ്റ സ്വർഗത്തിൽ പോകത്തില്ല. അവര് പള്ളിയിൽ പോകുന്നില്ല. പള്ളിയിൽ വലിയ പെരുന്നാൾ നടത്തും, വെടിക്കെട്ട് നടത്തും, വഴിപാട് നടത്തും, നേർച്ചകളും കാഴ്ചകളും സഭയ്ക്കകത്തെ കാര്യങ്ങളൊക്കെ നോക്കും. കൺവെൻഷനൊക്കെ നല്ല പിരിവൊക്കെ തരുന്നേ. പക്ഷെ നിങ്ങളുടെ ജോലി എന്താ? ബാറിന്റെ ഉടമയല്ലേ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില നീ പിടിച്ചു വാങ്ങിയിട്ട് അവന് വെള്ളം കൊടുത്ത് സ്വാമി ഈ വിഷം കൊടുത്ത് അവനെ കുടിപ്പിച്ച് ലഹരിയിലാക്കി അവന്റെ സുബോധം നഷ്ടപ്പെടുത്തി അവനെ പിച്ചച്ചട്ടി എടുക്കത്തക്ക നിലയിൽ നീ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവല്ലേ? അവന്റെ വീട് പട്ടിണിയാ. ബാർ ഉടമകളോട് പറയട്ടെ, കള്ളുഷാപ്പ് ഉടമകളോട് പറയട്ടെ, ബീവറേജ് ഉടമകളോട് പറയട്ടെ, മയക്കുമരുന്ന് ചൂതാട്ട കേന്ദ്രങ്ങളോട് പറയട്ടെ, നിനക്കൊന്നും ദൈവരാജ്യം കിട്ടത്തില്ല. നിങ്ങളാണ് ഏറ്റവും വലിയ പാപികൾ. എത്രയോ കുടുംബങ്ങളെ നഷ്ടപ്പെടുത്തി, എത്രയോ കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കി മാറ്റി, എത്രയോ കുടുംബങ്ങളെ നിങ്ങൾ കണലിലേക്ക് കൊണ്ടുപോയി. ലോകത്ത് നിങ്ങൾ പ്രൗഢഗംഭീരമായ രീതിയിൽ ജീവിക്കുമ്പോഴും വലിയ വലിയ സൗദങ്ങൾ, ആഡംബര കാറുകളിൽ നിങ്ങളുടെ മക്കളെ വിദേശ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ വിട്ട് പഠിപ്പിച്ച് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും, സയൻസിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഈ പണം എവിടുന്ന? പണം സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വില, സാധാരണക്കാരന്റെ വിയർപ്പിന്റെ വില, അധ്വാനത്തിന്റെ വില, അവന്റെ ചോര നീരാക്കിയ വില ഹല്ലേലൂയ. അത് വാങ്ങി നീ സുഖിച്ച് സുഖലൂലവനായി പുളച്ചു മതിച്ച് നടക്കുന്ന ബാശാരി പശുവിനെ പോലെ നീ ഇവിടെ അഹങ്കരിച്ച് ജീവിച്ചാലും, നീ പള്ളിക്ക് എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ കുടുംബങ്ങൾ വീടുകൾ പണിതു കൊടുത്താലും, സമൂഹം നടത്തി കൊടുത്താലും, ദാനധർമ്മങ്ങൾ ചെയ്താലും നിന്റെ അവസാനം നരകം തന്നെ. ഹല്ലേലൂയ. കാരണം എനിക്ക് അനുഭവമായി. എന്ന് പറഞ്ഞാൽ ഞാൻ മദ്യം വിൽപ്പനക്കാരനല്ല, കുടിക്കുമായിരുന്നു. 25 വർഷം അല്ലെങ്കിൽ പ്രായമായി, പിന്നെ ജനിച്ച നാൾ തൊട്ട് 36 വർഷം ഇത് തന്നെ കുടിച്ച് ലഹരി മൂത്ത് കുടുംബം നോക്കാതെ, മാതാപിതാക്കളെ നോക്കാതെ, സഹോദരങ്ങളെ നോക്കാതെ നടന്ന് ഞാൻ ചോര വിയർപ്പാക്കി തടി പണിത് കൊണ്ടുവരുന്ന പൈസ മുഴുവൻ പിടിച്ചു വാങ്ങുന്നവരുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴാണ് അതിന്റെ വേദനയൊക്കെ അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന പറയും, നിങ്ങൾ മദ്യപിക്കാൻ പോകരുത്. ഇവിടെ ഇസഹാക്ക് തന്റെ മകനായിരിക്കുന്ന യാക്കോബിനെ അനുഗ്രഹിച്ച്, യാക്കോബ് അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങി നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ഇവിടെ ഇസഹാക്ക് അനുഗ്രഹിക്കുന്നത് നോക്കുക. ആദ്യം ആകാശത്തിലെ മഞ്ഞ് കർത്താവ് നിനക്ക് തരുമാറാകട്ടെ എന്ന് പറയുക. ആകാശത്തിലെ മഞ്ഞ് എന്നത് വാനാദി വാനങ്ങൾ സൃഷ്ടിച്ച ദൈവിക സാന്നിധ്യമാണ്. ആകാശത്തിലെ മഞ്ഞെന്ന് പറയുന്നത് ഈ വാനാദി വാനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച്, സകല ജനാചരങ്ങളെ സൃഷ്ടിച്ച്, സകലത്തിന്റെ ഉടയവനായി സൃഷ്ടമായ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യമാണ്. നല്ലൊരു സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ സാന്നിധ്യം ഒരു മനുഷ്യൻ ലഭിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവിന്റെ സാന്നിധ്യമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും വലുത് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവരോടൊപ്പം ചേർന്ന് നടക്കും, അവരോടൊപ്പം കൂടെ വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കൂടെ നടന്നാൽ അവൻ നിങ്ങളോട് കൂടെ നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ കർത്താവിനോട് കൂടെ, അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. അപ്പം കർത്താവ് ഇവിടെ ഹല്ലേലൂയ പറയുന്നത്, ഹോശേയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹോശേയ പ്രവാചക ദിവസം 14-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും, അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗി പോലെയും, അവന്റെ വാസന ലെബാനോന്റേത് പോലെയും ഇരിക്കുമെന്ന് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിലെ യഹോവയായ ദൈവം പറയുക.
ഹല്ലേലൂയ. എന്ന് പറഞ്ഞില്ല, അനുദപിച്ച് മടങ്ങി വരുന്ന ഇസ്രായേൽ ആമേൻ യഥാസ്ഥാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഹോശിയുടെ ഹല്ലേലൂയ അന്ത്യവാക്കുകൾ ഈ അധ്യായത്തിൽ കാണുന്നു. ഹല്ലേലൂയ. പേമാരിക്ക് ശേഷം മഴവില്ല് ശോഭിക്കുന്നത് പോലെ ഇത് ഇസ്രായേലിന്റെ അന്ത്യ പുനഃസ്ഥാപനത്തിന്റെ വാക്തത്വത്തെയാണ് കാണിക്കുന്നത്. അവിശ്വസനായ ഇസ്രായേലിന് നേരെയുള്ള ദൈവത്തിന്റെ സ്തോത്രം, കോപത്തിന് ശേഷം ദൈവം നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച്, അവിശ്വസ്തരായി തീർന്ന ഇസ്രായേൽ വീണ്ടും ദൈവം ചേർത്ത് പിടിച്ച് അവനെ അനുഗ്രഹിക്കുന്ന ഭാഗത്തെ കുറിച്ചാണ് ഹോശിയയുടെ പുസ്തകം 14-ാം അധ്യായം രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അനുദപിക്കുന്ന ജനത്തോട് ദൈവം കാണിക്കുന്ന ദയയുടെ വലിപ്പം ഈ അധ്യായത്തിൽ പ്രകടമാക്കുന്നു. അനുദപിക്കുന്ന ജനം അർപ്പിക്കുന്ന അതരാർപ്പണം കാളകളെ യാഗം കഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇസ്രായേലിന്റെ പാപത്തെ ക്ഷമിച്ച് ഇസ്രായേലത്തോട് കരുണ കാണിച്ച് ഇസ്രായേൽ അനുതാപത്തോടെ മടങ്ങി വന്നപ്പോൾ അല്ലെങ്കിൽ അവർ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും. ഇസ്രായേലിന്റെ 3 പാപങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ അവർ അശ്ശൂരിനെ ആശ്രയിച്ചത്, 2 മിസ്രയീമിനെ ആശ്രയിച്ചത്, അല്ലെങ്കിൽ 3 വിഗ്രഹങ്ങളുടെ ആശ്രയം. ഇങ്ങനെ 3 വിധത്തിലുള്ള പാപങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അവയെ നീക്കിക്കളഞ്ഞിട്ട് അനുദപിച്ച് മടങ്ങി വന്ന ഇസ്രായേലിന് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് ഹോശിയയുടെ പുസ്തകം 14-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിച്ചത്. ഒരിക്കലും ഞാൻ ആവർത്തിച്ച് വായിക്കാം. ഹല്ലേലൂയ. ആമീൻ. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ ആമീൻ വീഴുന്നു. അതെ, നീ അനുദപിച്ച് മടങ്ങി വരുന്നെങ്കിൽ, എന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ, നീ ചെയ്തു പോയ ക്രൂരകൃത്യങ്ങൾ, ദൈവത്തിന് പൊറുക്കാൻ കഴിയാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവം അറിയിക്കുന്ന പാപങ്ങൾ നീ ചെയ്തത് നീ മാറ്റിവെച്ചിട്ട് അവയെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവ് നിന്റെ കാഷ്ടതയെല്ലാം നിന്നെ കൈപിടിച്ചുയർത്തും. നീ തകർന്ന് തരിപ്പണമായി പോകാൻ പിശാച് പല തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ, നിന്റെ തകർച്ച കാണാൻ പലരും ആഗ്രഹിക്കുമ്പോൾ, നീ കണ്ണുനീരോടുകൂടി ജീവിക്കുന്നത് നിന്റെ കുടുംബത്തിന്റെ സമാധാനം കേട്ട് നിന്റെ കുടുംബ ജീവിതം ഛിന്ന ഭിന്നമായി മാറി പാപത്തിന്റെ വശീകരണത്തിലേക്ക് തള്ളിയിടാൻ പിശാച് പല തന്ത്രങ്ങളും കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അതിനെ നീ നാലോട് നീ ഗുഡ് ബൈ പറയണം. നീ ആ പാപത്തോട് നീ ഗുഡ് ബൈ പറഞ്ഞിട്ട് നീ അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ കർത്താവ് യേശു ക്രിസ്തു നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിന്നെ നിറച്ച് അനുഗ്രഹിക്കുന്നതിന് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ അനുഗ്രഹിക്കുന്നതിന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യഹോവയാ നീ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളിൽ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നുവെന്ന് മാലാഖയുടെ പുസ്തകം 3-6 3-10 എഫെസ്യർ 1-3 വായിച്ചാൽ ഈ ഭാഗത്തെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്തെ കാണാൻ കഴിയും. അതെ, ഇന്ന് പകൽ പാപത്തിൽ ജീവിക്കുന്ന ശ്രോതാവേ, പാപത്തിൽ ജീവിക്കുന്ന മാതാവ്, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വാ. നിന്റെ മദ്യപാനം വിട്ട് മടങ്ങി വാ, നിന്റെ ചൂതാട്ടം വിട്ട് മടങ്ങി വാ, നിന്റെ വെറുക്കൂത്ത് വിട്ട് മടങ്ങി വാ, നിന്റെ വ്യഭിചാര ജീവിതം വിട്ട് നീ മടങ്ങി വാ, നീ കൊള്ള പലിശങ്കരണം അത് വിട്ടിട്ട് നീ മടങ്ങി വാ. നീ ഒരു ബാർ ഉടമയാണെങ്കിൽ, ഒരു കള്ളുഷാപ്പ് ഉടമയാണെങ്കിൽ, നീ ബീവറേജുകാരനാണെങ്കിൽ, നീ ചൂതാട്ട കേന്ദ്രങ്ങൾ വ്യഭിചാര ശാലകൾ നടത്തുന്നവനാണെങ്കിൽ, നീ അതിനെ ഉപേക്ഷിച്ചിട്ട് മടങ്ങി വാ. എന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ നീ ദൈവസന്നിധിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, വേദപുസ്തകത്തെ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം പോലെ ദൈവസന്നിധിയില് നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും. ദൈവം നിനക്ക് മഞ്ഞു പോലെ ഇരുന്ന ദൈവ സാന്നിധ്യം നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഭവിക്കാൻ കഴിയും. നിന്റെ മേലുള്ള ന്യായവിധിയെ ദൈവം മാറ്റിത്തരും. ഞാൻ മുമ്പ് ആവർത്തിച്ചു, ഈ ബീവറേജുകാരും കള്ളുഷാപ്പുകാരും ബാറുകാരും ഒന്നും സ്വർഗത്തിൽ പോകുന്ന ചൂതാട്ടക്കാരും. പക്ഷേ അനുദപിച്ച് മടങ്ങി വന്ന മാനസാന്തരപ്പെട്ട തെറ്റുകൾ ഏറ്റുപറഞ്ഞ ആ പാതപിടത്ത് നെടുമ്പാട് വീണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കവേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിൽ പുതുക്കണമേ, നിന്റെ പരിശുദ്ധന്മാവിൽ എതിർക്കുന്ന സാന്നിധ്യത്തിനെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരുന്നണമേ, മനസ്സൂർപ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമെന്ന് ദാവീദ് രാജാവ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ ആ കാഠിന്യത 4-ാം പ്രവാചകൻ ദാവീദിനെ ഉണർത്തിച്ചപ്പോൾ ദാവീദ് ദൈവത്തിന് വീണ്ടും നിലവിളിച്ചതുപോലെ 51-ാം സങ്കീർത്തനം 10-12 വരെ വാക്യം വായിച്ചാൽ ആ നിലവിളി കാണാം. എന്ന് പറഞ്ഞുകൊണ്ട് നീ നിലവിളിയോടെ മടങ്ങി വരുന്നെങ്കിൽ, നിന്റെ പാവങ്ങൾ എത്ര കടുംചോപ്പായിരുന്നാലും, അത് രക്താംബരം പോലെ ചുവന്നിരുന്നാലും, അവയെ ഹിമ പോലെ വെളുപ്പിച്ച് നിന്നെ നീതിമാനാക്കിയെടുക്കുവാൻ യേശു ആഗ്രഹിക്കുക.
നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെ മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ പാപങ്ങളെ മാറ്റുവാൻ, പാപം മുഖാന്തരം രോഗം, രോഗം മുഖാന്തരം മരണം, അത് മുഖാന്തരം സമാധാനം നഷ്ടപ്പെട്ടു പോയി, നന്മയെല്ലാം ചോർന്നു പോയെങ്കിൽ ദൈവം നിന്നെ വീണ്ടും പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ഗോത്രങ്ങളിൽപ്പെട്ടവനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏത് രാജ്യത്ത് ജീവിക്കുന്നവനാകട്ടെ, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്ന് ഹല്ലേലൂയ നിന്നെ ദൈവരാജ്യത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റും. എപ്പം ചെയ്യും? മടങ്ങി വരണം. പ്രൈസറോ. അതുകൊണ്ട് ആമിസ്തോത്രം ഊടായ്പിലൂടെ അല്ല, നമ്മൾ പണം ഉണ്ടാക്കുക ഊടായ്പിലൂടെ അല്ല ജീവിക്കേണ്ടത്. ഊടായ്പൊക്കെ മാറ്റണം. അല്ലയ്യ, യാക്കോബ് ഉപായി ആയിരുന്നെങ്കിലും ആ ഉപായിയായ യാക്കോബിനെ പിന്നത്തേതിൽ യഹോവയായ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അല്ലറിയ, ജ്യേഷ്ഠന്റെ അവകാശവും അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുത്തെങ്കിലും അല്ലറിയ, ഉപായിയായി യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, നിന്റെ ഉപായിത്തരം, നിന്റെ ഊടായ്പകൾ മാറ്റിവെച്ച് നീ മടങ്ങി വരുന്നെങ്കിൽ ഇന്ന് പകൽ നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന യേശു മനസ്സലിവുള്ള ദൈവമാ, അവൻ കരുണയുള്ളവനാ. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശുവിനെ കഴിയും. ലോകം നിന്റെ പാപത്തെ ക്ഷമിക്കത്തില്ല, ലോകം നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കത്തില്ല, നിയമങ്ങൾ നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കത്തില്ല. നിനക്കിവിടെ ശിക്ഷ തന്നെ ലഭ്യമാകും. എന്നാൽ നിന്റെ പാപത്തെ നീ യേശുവിനോടാണ് ഏറ്റു പറഞ്ഞു വരുന്നെങ്കിൽ, നിന്റെ പാപത്തെ യേശുവിന് ഏറ്റു പറഞ്ഞ് ആമീനപ്പാ, എന്നോട് ക്ഷമിക്കണമേ, യേശുവിനോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തെ കഴുകണമേ, അറിയില്ലായ്മയും പലതും ചെയ്തിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. ആ ക്രൂശിലെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, വെടിപ്പാക്കണമേ, അവിടുത്തെ മകനായി മകളായി ജീവിക്കുവാൻ എനിക്കൊരു അവസരം തരണം. അങ്ങനെ പിതാവായി വസിക്കണം. നീ കരഞ്ഞനുഭവിച്ച നെടുമ്പാട് വീഴുമ്പോൾ നിന്റെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അല്ലേലിയ, രക്താംബരം വിളിച്ചു വന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ പറഞ്ഞില്ലേ യെശയ്യാ പുസ്തകം 1:18 അല്ലേലിയ. അതുകൊണ്ടാണ് യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോഴും പറഞ്ഞത് ഹല്ലേലൂയ, ആമീൻ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. ആമേ, ദൈവത്തിന് കീഴടങ്ങണം, സാത്താൻ എതിർത്ത് നിൽക്കണം, അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ആമി യോഹന്നാൻ പറഞ്ഞ തന്റെ പുത്രനും കർത്താവുമായി തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപമൊക്കെ വിശുദ്ധീകരിക്കുന്നു. പാപത്തിന് പരിഹാരം യേശു മാത്രം, പാപപരിഹാരം നൽകുവാൻ യേശു മാത്രമേ കഴിയുള്ളൂ. ലോകത്തിൽ എത്ര വലിയ പുണ്യനദികളിൽ നീ പോയി കുളിച്ചാലും, വലിയ വലിയ തീർത്ഥാടനങ്ങൾ നടത്തിയാലും, മലകൾ കയറി ഇറങ്ങി നടത്തിയാലും, വലിയ നീ എത്ര നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ നടത്തിയാലും, എന്തെല്ലാം യാഗങ്ങൾ നടത്തിയാലും, എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും, വല്ല ആമി നീ വ്രതമെടുത്ത് മാറിയിരുന്നാലും നിന്റെ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിൽ മാത്രമാണ്. ഹല്ലേലൂയ, പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് പാപിയായ മനുഷ്യ നീ മടങ്ങിവാ, നിന്റെ ആകൃത്യം വിട്ട് മടങ്ങിവാ. നീ പാപത്തിന്റെ വശീകരണത്തിലേക്ക് വീണു പോകാതെ, ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ നീ ചണ്ടി കൂമാരമായി മാറാതെ ഹല്ലേലൂയ, അത് നീ മടങ്ങിവാ, മടങ്ങിവാ, മടങ്ങിവാ. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ, നിനക്ക് വേണ്ടി സ്വർഗം വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഭാവിയായ മനുഷ്യ, നിനക്ക് വേണ്ടി സ്വർഗം വാതിൽ തുറന്നിരിക്കുന്നു. ആ വാതിലൂടെ നീ സ്വർഗരാജ്യത്ത് പ്രവേശിക്കണം. അപ്പോൾ തന്നെ ഭാവിയായി നിനക്ക് വേണ്ടി നരകവാതിൽ തുറന്നിട്ടിരിക്കുന്നു. പിശാചി പറയും, അല്ല സ്വർഗവാതിൽ, നീ സ്വർഗവാതിലല്ല, നിന്റെ നരകവാതില ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് സാത്താൻ നിന്നെ വിളിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി സ്വർഗവാതിൽ തുറന്നിട്ട് വെളിപ്പാട് പുസ്തകം 3:20 പറഞ്ഞ്, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും ആരോടും കൂടെ ഭക്ഷണം കഴിക്കാതെ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നിട്ട് നിന്നെ അനുഗ്രഹിപ്പാൻ, നിന്റെ ശാപത്തെ നീക്കുവാൻ, പാപത്തിന്റെ കറകളെ കഴുകി നിനക്ക് ദൈവരാജ്യത്തിന് അവകാശമാക്കി എടുക്കുവാൻ മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. അതെ, എന്തുകൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് നന്മ വരാത്തത്? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിന് കണ്ണുനീര് മാറാത്തത്? എന്തുകൊണ്ടാണ് ശാപം മാറിപ്പോകാത്തത്? ഉയർച്ചയില്ലാത്തത്? എന്തെല്ലാം ചെയ്താലും നഷ്ടമാണ്, എന്തെല്ലാം ചെയ്താലും കണ്ണുനീരാണ്, എവിടെയും പഴികളാണ്, ദൂഷികളാണ്, നിന്ദകളാണ്. ആമേ, സന്തോഷിപ്പാന്റെ അവസരമില്ല. എന്നും കണ്ണുനീരല്ലേ നിനക്ക്, എന്നും പിറുപിറുപ്പല്ലേ നിനക്ക്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിന്റെ പാപമാണ് അതിന്റെ എല്ലാം കാരണം. പാപം നിന്റെ വാതിൽ കിടക്കുന്ന ആഗ്രഹം നിന്നോടാകുന്നുവെന്ന് നമ്മൾ സോദരൻ നൽകിയ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. കയ്യിലുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് പറയുക, അതേ, പാപത്തിന്റെ ആഗ്രഹം നിന്നോടാ. ആ പാപത്തിന്റെ ആഗ്രഹം ഇട്ട് മടങ്ങി വരണം. ഞാൻ പറയട്ടെ,
ഞാനൊരു കൊടിയ പാപിയായിരുന്നു. കൊടിയ പാപി. ആർക്കും എന്നെ ഇഷ്ടമില്ലാത്ത, എല്ലാവരും വെറുക്കുന്ന കൊടിയ പാപം ചെയ്ത് നടന്ന എന്റെ കർത്താവ് സ്നേഹിച്ചെങ്കിൽ, അല്ലേലിയ, കൊടിയ പാപിയായിരുന്ന എനിക്ക് നിത്യജീവൻ തന്ന് എന്നെ സ്നേഹിച്ച് മാറോട് ചേർത്തനെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്റെ കർത്താവ് ആശ്വസിപ്പിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവ് ഇതാണ്, നീ എത്ര കൊടിയ പാപിയായിരുന്നാലും നീ പാപത്തെ ഏറ്റ് പറഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹം വിളമ്പിത്തന്ന, സ്നേഹം പകർന്ന യേശുവിന്റെ സ്നേഹം അത് നിനക്കും ലഭ്യമാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന യശയ്യാ 66:13 അല്ലേരിയോ വായിച്ചു നോക്കണം കേട്ടോ. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. വലിയ ശ്രേഷ്ഠമായ ദൈവത്തിനെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആകാശത്തിലെ മഞ്ഞു പോലെ യാക്കോബിന്റെ കാതുകളിൽ അല്ലുരിയ ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. യാക്കോബ് പോകുന്ന പോക്കിൽ അല്ലിയ വഴിയിൽ കിടന്നു. അവനൊരു കല്ലെടുത്ത് തലയിണ വെച്ച് കിടന്നു. അവനൊരു സ്വപ്നം കണ്ടു. സ്വർഗ്ഗം ഭൂമിയോളം എത്തുന്ന യഹോവേ, അതിൽ കൂടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അല്ലേലിയ, ആ സ്വപ്നത്തിൽ അവൻ മഞ്ഞുപോലെയുള്ള അനുഗ്രഹം അല്ലേലിയ യാക്കോബിന്റെ കാതുകളിൽ വന്നു. അത് ദൈവം നിനക്ക് ചില ദർശനം തരാൻ ആഗ്രഹിക്കുക. യാക്കോബിനെ പോലെ ചില ദർശനം തന്ന്, മഞ്ഞുപോലെയുള്ള ഉപദേശം നിനക്ക് തന്ന് ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കും. അല്ലേലിയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 32-ാം അധ്യായം, അല്ലേലിയ, അതിന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും, ഭൂമിയെ എന്റെ വായിൽ വാക്കുകളെ കേൾക്കട്ടെ എന്നോട് പറയും. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുന്നത് തന്നെ കാണാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് തന്നെ ആവർത്തന പുസ്തകം 32:1 ദൈവം മോശയ്ക്ക് നൽകിയ പാട്ടാണ്. എന്നിട്ട് ആകാശമേ ചെവി തരിക, ഭൂമിയെ, ആകാശമേ ചെവി, ഞാൻ സംസാരിക്കും, ഭൂമി എന്റെ വായും വാക്കുകൾ കേൾക്കട്ടെ. എന്നിട്ട് മോശെ സാഹചര്യത്തെ അനുഗ്രഹത്തെ പറയാണ്, മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. ഹല്ലേലൂയ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളംപുല്ലിന്മേൽ പൊഴിയും, പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. അതെ, നിന്നെ അങ്ങനെ ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. മഴ പോലെ ദൈവത്തിന്റെ ഉപദേശം നിന്റെ കാതുകളിൽ കേൾക്കട്ടെ. ദൈവത്തിന്റെ ഉപദേശം, വചനം നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. നിന്റെ ഹൃദയം മുഴുവൻ ദൈവവചനത്താൽ, ദൈവിക ഉപദേശത്താൽ നിറയപ്പെടുമ്പോൾ, നിന്റെ ഹൃദയം കർത്താവിന് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെ വചനം, ദൈവത്തിന്റെ വചനം മഞ്ഞുപോലെയും, ദൈവത്തിന്റെ വചനം മഞ്ഞുപോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന് മാരി പോലെയും ആ വചനം നിനക്ക് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. അതെ, മടങ്ങി വരണം കേട്ടോ. മനോഹരമായി ഈ പാട്ടിൽ ജനത്തോടുള്ള സ്നേഹാർത്ഥമായ കരുതലിനെ പറ്റിയും അവർ ദൈവത്തോട് വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും അവര് ഓർമ്മിപ്പിച്ച്, ഭൂതകാലത്തെ പറ്റിയും ഭാവകാലത്തെ പറ്റിയും ദൈവം പറയും. അവന്റെ ഭൂതകാലവും ഇപ്പോഴത്തെ വർത്തമാനകാലവും ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചുമാണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നാം വായിച്ചു വരുന്ന ഉൽപ്പത്തി പുസ്തകം 27:28 ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നത്. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ദായവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. അതെ, ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാനാകും. നിന്റെ ഇല്ലായ്മ മാറ്റുവാൻ, മരുഭൂമിയിൽ കഷ്ട സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, നൊമ്പരപ്പെടുന്ന സ്വതം എല്ലാ വിദേശ രാജ്യം വേദന അനുഭവിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ബിസിനസ് പരാജയപ്പെട്ട്, സകലം നഷ്ടപ്പെട്ട് നിരാശയുടെ നടുവിൽക്കൂടെ കടന്നുപോ സ്വാമി, ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ആകാശത്തിലേക്ക് വാതിൽ തുറന്ന് ഇന്ന് പകൽ യേശുവിന്റെ ഹൃദയം കൊടുക്കാമോ? കർത്താവേ, എനിക്ക് അനുഗ്രഹം ആവശ്യമാണ്. എന്റെ കഷ്ടങ്ങളെ മാറ്റണമേ, ശാപങ്ങളെ മാറ്റണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹം, എനിക്ക് എന്റെ നഷ്ടമായ നന്മകൾ മടക്കി തരണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തേക്ക് വചനം കേട്ടുകൊണ്ടിട്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടി ഞാൻ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊട്ടാരം വരെ പാർക്കുന്ന സകല ജനത്തിൽ, ശൈശവത്തിലും, ബാല്യ കൗമാരി യൗവനത്തിലും, വാർത്തത്തിലും, അനുഭവത്തിലും യാചകർ, ഓർഫനേജ് ഉണ്ടെങ്കിൽ തടവറയിലായിരിക്കും സകല ജനത്തെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ നടുവിൽ കർത്താവിനെ വിടുവിക്കപ്പെടി ലോകത്തിന്റെ വെറുക്കൂട്ടൊക്കെ വിട്ട് എല്ലാ ജടിക സുഖങ്ങളും വിട്ട് മടങ്ങി വന്ന് അനുതാപത്തോടെ ദൈവത്തിന്റെ നിലവിളിയോടെ മടങ്ങി വന്ന് ദൈവിക അനുഗ്രഹം പ്രാപിപ്പാണ്ടേ. എല്ലാ കുടുംബത്തിലും ശാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോട്ടെ, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, കുടുംബത്തെ തകർക്കുന്ന, കുടുംബ ജീവിതത്തെ
പുസ്തകം, മദ്യ, മയക്ക്, ലഹരി അടക്കമുള്ള എല്ലാ ചെടികതയും എല്ലാം ധാർമ്മികമായത് മാറി എൻ്റെ എല്ലാ ദൈവമക്കൾ ജനവും ആമേ കർത്താവേ സ്തോത്രം വലിയ മാനസാന്തര ദൈവത്തിലേക്ക് ചേരുവാൻ സ്വർഗത്തിലെ സകല അനുഗ്രഹത്തെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വലിയ അനുഗ്രഹം പ്രാപിച്ച് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ ജീവിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ, ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു ജനം കൂടി നഷ്ടപ്പെട്ടു പോകരുത്. കണ്ണുനീർ കിടക്കുന്ന, രോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ആമേ നിരാശയിൽ കിടക്കുന്ന അനവധി ആളുകൾക്ക് ഇന്ന് പകൽ ഒരു വിടുതൽ കൊടുക്കണം. എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മീഡിയ നിൽക്കുന്നവരെ, എല്ലാ ഫറോഷ പാർട്ടികളെ, എല്ലാ അധികാര വർഗങ്ങളെയും, രാജ്യരാഷ്ട്ര തലവന്മാരടക്കമുള്ള എല്ലാ ജനത്തിനോട് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.